ചെങ്ങന്നൂരിലെ ABVP നേതാവായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി നാളെ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിചാരണയിലൂടെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് പ്രതീക്ഷിക്കുമ്പോഴും SFI KSU നേതാക്കൾ മൊഴി മാറ്റിയത് തിരിച്ചടിയാകുമോ എന്ന ഭീതിയാണ് നിലനിൽക്കുന്നത്. 20 പ്രതികളുള്ള കേസിൽ കൊലപാതകം നടത്തുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒഴികെയുള്ള 19 പേർക്കെതിരായ വിചാരണ പൂർത്തിയാക്കിയാണ് നാളെ വിധി പറയുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയ ABVP ചെങ്ങന്നൂർ നഗർ സമിതി അംഗമായിരുന്ന സ്വർഗീയ വിശാൽ വധക്കേസിലാണ് 13 വർഷങ്ങൾക്കിപ്പുറം നാളെ വിധി പറയുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ PP ആണ് കേസിൽ വിധി പറയുന്നത്. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത്. വിശാലിനോടൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന ABVP പ്രവർത്തകരായ വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നിവരെയും അക്രമികൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് തുടരന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വിചാരണ വേളയിൽ സാക്ഷികളായ KSU SFI പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിനെ തുടർന്ന് സാക്ഷികൾ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അഖിൽ, KSU ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷൈജു സാമുവൽ എന്നിവരാണ് കൂറുമാറിയത്. ഇതിനെ SDPIക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടിന്റെ തെളിവായാണ് വിലയിരുത്തുന്നത്. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും 55 സാക്ഷികളെയും 205 രേഖകളും കോടതിയിൽ ഹാജരാക്കി. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ 3 DYSPമാരാണ് കേസിൽ അന്വേഷണം നടത്തിയത്. ജനം, ആലപ്പുഴ.